ഹായ് നമസ്കാരം. ഈയിടെയായിട്ട് കേരളത്തിലെ വോട്ടർ പട്ടികയെപ്പറ്റി കുറെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. പലർക്കൊരു പേടിയുണ്ട്, എൻ്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിപ്പോകുമോ, എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പം മാറ്റാൻ വേണ്ടിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എന്താണ് ഈ AST ലിസ്റ്റ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പേടിക്കണ്ട, നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതെ, ഇതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം. എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെറുതെ അങ്ങ് എടുത്തു മാറ്റുമോ? എന്നെ അറിയിക്കാതെ ഇത് സംഭവിക്കുമോ? സത്യം പറഞ്ഞാൽ ഇല്ല. അതിനൊരു നടപടിക്രമമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കണ്ട. നമുക്ക് നോക്കാം എന്താണിതിൻ്റെ യാഥാർത്ഥ്യമെന്ന്. അപ്പോ ഈ കേൾക്കുന്ന ASD ലിസ്റ്റ് എന്താണിത്? പേര് കേട്ട് പേടിക്കാനൊന്നുമില്ല. സിമ്പിളായി പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വോട്ടർ പട്ടിക നോക്കുമ്പോൾ ചില പേരുകളിൽ അവർക്ക് ചില സംശയങ്ങൾ തോന്നും. ചിലപ്പോൾ ഒരാൾ മരിച്ചുപോയതാവാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് താമസം മാറിയതാവാം, അതുമല്ലെങ്കിൽ ഒരേ പേര് തന്നെ 2 തവണ ലിസ്റ്റിൽ വന്നതാവാം. അങ്ങനെയുള്ള പേരുകൾ അവരൊരു താൽക്കാലിക ലിസ്റ്റിലേക്ക് മാറ്റും. അതാണ് ഈ ASD ലിസ്റ്റ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഫൈനലല്ല, വെറുമൊരു സംശയപ്പട്ടിക മാത്രമാണ്. ഇനി എത്ര പേരുടെ പേര് ഈ ലിസ്റ്റിലുണ്ടെന്നല്ലേ? ഏകദേശം 25 ലക്ഷം. അതൊരു ചെറിയ സംഖ്യയല്ല അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജസ്റ്റ് ഒരു ഉറപ്പിനു വേണ്ടി ഈ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ പേര് അതിലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്യുന്നത്? ഇതിനുവേണ്ടി ഓഫീസിലൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് തന്നെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വളരെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, വെറും 4 സ്റ്റെപ്പുകൾ. ആദ്യം തന്നെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക, പിന്നെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണെന്നും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ബൂത്തുകളുടെ ഒരു ലിസ്റ്റ് വരും. പാർട്ട് നെയിം എന്ന ഭാഗത്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങളുടെ ബൂത്ത് കണ്ടെത്തി അതിന്റെ നേരെയുള്ള ഡൗൺലോഡ് ASD എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത്രയുള്ളൂ. ആ PDF ലിസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ആ PDF ഡൗൺലോഡ് ചെയ്ത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിങ്ങളുടെ പേരും വോട്ടർ ID നമ്പറും മാത്രമല്ല ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്ത് കാരണത്താലാണ് നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ വന്നത് എന്നൊരു കോളം കാണാം. ചിലപ്പോൾ ഷിഫ്റ്റഡ് എന്നാവാം, അതായത് താമസം മാറിപ്പോയി എന്ന്. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാവാം, പേര് ഇരട്ടിച്ചു എന്ന്. ആ കാരണം എന്താണെന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കണം. അതാണ് അടുത്ത പടിയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. ഒരു കാര്യം ഞാൻ വീണ്ടും പറയാണ്, ദയവായി ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടാൽ ടെൻഷൻ അടിക്കരുത്. അയ്യോ, എൻ്റെ വോട്ടവകാശം പോയിന്നൊന്നും കരുതരുത്. ഇത് ഒരു ഫൈനൽ തീരുമാനം അല്ലേയല്ല. ഒരു പക്ഷേ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തെറ്റായ വിവരം കിട്ടിയതാവാം, അല്ലെങ്കിൽ ഒരു സംശയത്തിന്റെ പേരിൽ ചേർത്തതാവാം. എന്തുതന്നെ ആയാലും, ഹേയ്, എൻ്റെ പേര് ഇവിടെ തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറയാനും അത് തെളിയിക്കാനും നിങ്ങൾക്കെല്ലാ അവകാശവുമുണ്ട്. ആരും നിങ്ങളുടെ വോട്ട് വെറുതെ എടുത്തു കളയില്ല. ഓക്കെ, അപ്പോൾ ASD ലിസ്റ്റിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി ഈ വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മൊത്തത്തിലൊരു ടൈം ലൈൻ ഉണ്ട്. കുറച്ച് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഈ ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡിസംബർ 23-ന് കരട് വോട്ടർ പട്ടിക, അതായത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് വരും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ലിസ്റ്റ് നോക്കി നമ്മുടെ പേരുണ്ടോ, വിവരങ്ങൾ ശരിയാണോ എന്നൊക്കെ പരിശോധിക്കാൻ ജനുവരി 22 വരെ സമയമുണ്ട്. അപ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ കൊടുക്കണം. ഇതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങളെല്ലാം വരുത്തി ഫൈനൽ ലിസ്റ്റ് വരുന്നത് ഫെബ്രുവരി 21-നാണ്. ശരി, ഈ പറയുന്ന കരട് പട്ടിക എവിടെ പോയി നോക്കും? പല വഴികളുണ്ട്. ഏറ്റവും എളുപ്പം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നോക്കുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ പോയാൽ അവിടത്തെ നോട്ടീസ് ബോർഡിലുണ്ടാകും. പിന്നെ നമ്മുടെയെല്ലാം ബൂത്തിലൊരു ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ BLO ഉണ്ടല്ലോ, അവരുടെ കയ്യിലും ഇതിന്റെ കോപ്പി കാണും. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലും സാധാരണയായി ഈ ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ കരട് പട്ടികയിലും തിരുത്തലുകൾ വരുത്താൻ നമുക്ക് അവസരമുണ്ട്. പക്ഷേ ഇനി അഥവാ നമ്മളിതൊന്നും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതൊന്നും അവർ അംഗീകരിച്ചില്ല, എന്നിട്ട് ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ നമ്മുടെ പേര് അതിലില്ലാന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു ചെയ്യും? ടെൻഷൻ അടിക്കേണ്ട, അപ്പോഴും വഴിയുണ്ട്. അതെ, ഇതാണ് ഏറ്റവും മോശം അവസ്ഥ അല്ലേ? ഫൈനൽ ലിസ്റ്റിൽ നിന്ന് പേര് പോയാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മുടെ നിയമപരമായ അവകാശങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് അപ്പീൽ കൊടുക്കാം. ഇതിന് കൃത്യമായ സ്റ്റെപ്പുകൾ നിയമത്തിൽ തന്നെയുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, നമുക്ക് 3 ഘട്ടങ്ങളായി അപ്പീൽ കൊടുക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ, അതായത് EROയുടെ മുന്നിൽ ഹിയറിംഗിന് പോവുക എന്നതാണ്. അവിടെ നമ്മുടെ ഭാഗം കേൾക്കും. ഇനി അവിടത്തെ തീരുമാനം നമുക്ക് അനുകൂലമല്ലെങ്കിൽ വിഷമിക്കേണ്ട. 15 ദിവസത്തിനുള്ളിൽ നമുക്ക് ജില്ലാ കളക്ടർ കൂടിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് അപ്പീൽ കൊടുക്കാം. അവിടെയും നീതി കിട്ടിയില്ല എന്ന് തോന്നിയാൽ അവസാനമായി 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് വരെ അപ്പീൽ കൊടുക്കാനുള്ള അവസരമുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വഴികളുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും വലിയൊരു ആശ്വാസം തരുന്ന കാര്യമായിരിക്കും. ഈ ഫെബ്രുവരിയിൽ
ഫൈനൽ ലിസ്റ്റ് വന്നു, അതിൽ നിങ്ങളുടെ പേരില്ലാന്ന് വിചാരിക്കുക. അപ്പോ കഥ കഴിഞ്ഞോ? ഇല്ല. സാധാരണയായി ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന്റെ അവസാന തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ലഭിക്കാറുണ്ട്. അതുകൊണ്ട് പേര് പോയിയെന്ന് കരുതി നിരാശരാകേണ്ട, അവസരങ്ങൾ ഇനിയുമുണ്ട്. ശരി, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഒരു സിമ്പിൾ ആക്ഷൻ പ്ലാൻ. ഒന്നാമത്തെ കാര്യം, സിഇഒ കേരള വെബ്സൈറ്റിൽ കയറി ആ ASD ലിസ്റ്റൊന്ന് ചെക്ക് ചെയ്യുക, ഒരു സമാധാനത്തിന്. രണ്ടാമത്, എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ ജനുവരി 22 എന്ന ഡേറ്റും മറക്കരുത്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് അപ്പീൽ പോകാൻ നിയമപരമായ അവകാശമുണ്ട് എന്ന ബോധ്യം വേണം. നാലാമതായി, പ്ലീസ് ആരും പാനിക്കാകരുത്. ഇതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിനു മുൻപും നടക്കുന്ന ഒരു സാധാരണ പ്രക്രിയ മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിലും ആശങ്ക വേണ്ട. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ ഓരോ വോട്ടും അത്രയേറെ വിലപ്പെട്ടതാണ്. ആ വോട്ട് സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ്, ഉത്തരവാദിത്തം കൂടിയാണ്.